അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഏകദേശം സംഭവങ്ങളെല്ലാം റെഡി ആയതിനു ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ഇന്ന് പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് ലേറ്റായിട്ട് എണീറ്റാൽ മതിയല്ലോ, അതുകൊണ്ട് രണ്ടാളും നല്ല ഉറക്കമാണ്. രാവിലെ സമയം ഒരു 6:15. അപ്പോൾ ഇതിപ്പോൾ കാണുന്നത് ഏട്ടൻ രാവിലെ എക്സസൈസ് ചെയ്യുന്നതാണ്. അപ്പം ഞാനും എൻ്റെ റൂട്ടീനിലൊരു മാറ്റം വരുത്തി രാവിലെ ഞാനും നടക്കാറുണ്ട് കേട്ടോ. രാവിലെ ഒരു 1/4 മണിക്കൂർ ഞാനും മുറ്റത്തൂട്ട് ചെരുപ്പിടാണ്ട് ജില്ലയിലോട്ട് നടക്കാറുണ്ട്. ഒന്ന് വെയിറ്റ് എല്ലാം കുറക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അത്ര കാലമായി രക്ഷ ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു ദിവസം എന്നോട് 50 പ്രാവശ്യം തുള്ളാൻ പറഞ്ഞാൽ എനിക്ക് തുള്ളാൻ പറ്റുമോ? നമ്മളെ മാട്ടാടുന്ന് ചെയ്യിപ്പിക്കുന്നതാണോ? 50 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. നമ്മളത് ചെയ്യാം. ചെയ്തിട്ട് നമുക്ക് പതിപ്പ് നല്ല രീതി വരുമ്പോൾ നമ്മൾ നിർത്തും. അപ്പോൾ നമ്മളെ കപ്പാസിറ്റി എത്രയുണ്ട് നമുക്ക് മനസ്സിലാവും. ടൈമർ വെക്കണം അല്ലേ? നോക്കാം, ട്രൈ ചെയ്യാം. കുറച്ചും കൂടി സ്പീഡ് നോക്കാം. രാവിലെ തന്നെ എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ തരുന്നതാണ്. ഓടാനും ചാടാനെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് രാവിലെ ഡെയിലി ചെയ്യുന്ന ഒരു റൂട്ടീനാണ് കേട്ടോ. ഏട്ടൻ രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും വർക്കൗട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ദോശമാവെല്ലാം നല്ലോണം പൊങ്ങി വന്ന് മറിഞ്ഞ് അങ്ങ് നിറഞ്ഞ് കവിഞ്ഞൊഴുകി അങ്ങ് കൊള്ളായിട്ടാണ് ഉള്ളത്. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നല്ലോണം പൊങ്ങിപ്പോയി. എന്നിട്ട് കുറേ വേസ്റ്റായിപ്പോയി, കുറേ പാത്രത്തിന് പുറത്ത് പോയി. ലാസ്റ്റ് കിട്ടിയതെല്ലാം എടുത്ത് പാത്രത്തിലേക്കാക്കി. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഏട്ടനും കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ചോറ് അടുപ്പത്ത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അടുപ്പിൽ കത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അത് എന്നെക്കൊണ്ട് കുറച്ച് പ്രശ്നമാണ്. തീയെല്ലാം ഒന്ന് കത്തി വരണ്ടെങ്കിൽ. അപ്പം ഞാനെന്ത് ചെയ്തു, പിന്നെ ഏട്ടൻ വേഗം അടുപ്പിൽ തീ കത്തിച്ചു തരും. അപ്പോൾ ഏട്ടനാണ് തന്നെ ഇന്ന് അടുക്കളയിൽ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അടുപ്പിൽ അതെല്ലാം കത്തിച്ച് പിന്നെ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതാ വിറകെല്ലാം കത്തിക്കുന്നുണ്ട്. ഭയങ്കര ട്രെൻഡാ. അപ്പം ഞാൻ മുഴുവൻ വീഡിയോ എടുക്കുന്നില്ല. ആൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് അടുപ്പിൽ കത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ നെയ്തടവിയിട്ട് ഓരോ പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഡലി ആട്ടോ ഇഷ്ടം, ദോശേനേക്കാളും. അപ്പോൾ ഇഡലിയും കടലക്കറിയും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഇഡലിയും അതുപോലെ തന്നെ കടലക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾ 2 ഉറങ്ങി എണീറ്റിട്ടില്ല. പിന്നെ ഇതാ ഞാൻ ഓരോ പാത്രത്തിലേക്കായിട്ട് ഒഴിച്ച് വെച്ച്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു 5 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ടായിന്. ഇതാ നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിറകെല്ലാം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിൽ കത്തിക്കാനുള്ള ആ ഒരു എനിക്കൊരു മടിയുള്ളത് കൊണ്ട് തന്നെ ശരിക്കും ഞാൻ അടുപ്പിൽ ഉണ്ടാക്കാത്തത്. അപ്പോൾ രാവിലെ ഒരാൾ അടുപ്പ് കത്തിച്ചു തരാം. അമ്മയാണ് കൂടുതലും അടുപ്പിലൊക്കെ എനിക്ക് കത്തിച്ചു തരൽ. പക്ഷേ ഇപ്പം അമ്മക്ക് അങ്ങനെ പുകയൊന്നും കൊള്ളാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അടുപ്പ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തിട്ടുള്ളേ. ഇപ്പം ഞാൻ ശനി ഞായർ അങ്ങനെ ലീവുള്ള ദിവസങ്ങളിൽ മാത്രമേ ഒന്ന് ട്രൈ ചെയ്യൂ. ബാക്കി മൊത്തം നമ്മൾ ഗ്യാസിലും ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ ഉണ്ടാക്കൽ ഫുഡെല്ലാം. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിൽ ഉണ്ടാക്കി കഴിക്കുന്നത് അതൊരു ഇത് വേറെ തന്നെയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കാൻ. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് നല്ല രീതിയിൽ കത്തി കിട്ടണം. അപ്പം നല്ലൊരു ഇൻട്രസ്റ്റ് അടുപ്പിൽ പാകം ചെയ്യും. അപ്പം നമ്മൾ ഇഡലി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ അതാ ചോറ് റെഡിയായി. നമ്മുടെ റേഷൻ അരിയാണ് ഞാൻ ഇന്ന് ഇട്ടത്. അല്ലെങ്കിൽ നമ്മൾ പൊന്നിയരി ആണ് ഉപയോഗിക്കൽ. അപ്പോൾ ഇടയ്ക്ക് മാറ്റി ഉപയോഗിക്കും. കുത്തരി വാങ്ങും, അതുപോലെ ഇടയ്ക്ക് പൊന്നിയരി വാങ്ങും. പിന്നെ റേഷൻ അരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല അടിപൊളി ചോറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ചോറ് റെഡിയായി. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ചോറ് വേഗം റെഡിയാവും കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം ഇവിടെ ഏട്ടനും നമുക്ക് നിർബന്ധമാണ്. അവർ ചായ കുടിക്കാറില്ല. അപ്പോൾ ലൈറ്റായിട്ട് കഞ്ഞിവെള്ളം നല്ല ഇതായിട്ട് കുടിക്കും. അപ്പോൾ ഇതാ നമ്മുടെ കടലക്കറി ഞാൻ തേങ്ങ അരച്ച് വെക്കാത്ത കടലക്കറിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തേങ്ങ കുറച്ച് ഉപയോഗം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേങ്ങയുടെ ഒരു ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരക്കാണ്ട് നമ്മുടെ കടലക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ തേങ്ങ അരക്കാണ്ട് നമുക്ക് കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാട്ടോ. പക്ഷേ സിമ്പിളാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് തേങ്ങ അരക്കാണ്ട് കടലക്കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ ഇഡലി ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ പുറത്തേക്ക് വന്നു. കാരണം ഏട്ടൻ അതിനിടയിൽ കുളിച്ച് റെഡിയായി. നമ്മുടെ തറവാട്ടിൽ ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ടായിരുന്നു.
ഫങ്ഷൻ അല്ലാട്ടോ പൂജ. അപ്പോൾ എല്ലാ മാസവും സംക്രമമായുള്ള ദിവസം അവിടെ പൂജയാണ്. അപ്പോൾ അതിന് വേണ്ടി രാവിലെ ആൾ കുളിച്ച് റെഡിയായിട്ട് പോയി. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്യും. കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ അടുക്കളയിൽ. പിന്നെ ബാക്കി എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഉള്ളി നല്ലോണം വഴറ്റിയിട്ടുണ്ട്, ഇഞ്ചിയും പച്ചമുളകും. ശേഷം അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയെടുത്ത് നമ്മുടെ അടിച്ച് വെച്ച തക്കാളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നല്ലോണം വഴറ്റിയെടുക്കുമ്പോൾ നമ്മളെ വേവിച്ച് വെച്ച കടല ഉണ്ടല്ലോ, കടല എന്ത് ചെയ്യുക, കുറച്ച് മിക്സിയുടെ ജാറിൻ്റെ അകത്ത് അരച്ചെടുക്കുക. ആ അരച്ച കടലയും കൂടെ നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് ഒന്ന് നല്ലോണം വഴറ്റി, ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കടല വേവിച്ച് വെച്ചാൽ ബാക്കിയുള്ള കടല അതിൻ്റെ അകത്തേക്കിട്ട് നല്ലോണം തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതും കൂടി ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് തിളക്കുന്ന സമയത്ത് കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ കുറച്ചും കൂടി ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ല അടിപൊളി തേങ്ങ അരച്ച് വെക്കാത്ത കടലക്കറി റെഡി. അപ്പോൾ ഞാൻ അധികം കടലക്കറി ഇതുപോലെ തന്നെയാട്ടോ ഉണ്ടാക്കൽ. കാരണം ഇവിടെ തേങ്ങേൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലാണ്. കാരണം അത് ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ എന്ത് കറി ഉണ്ടാക്കുമ്പോൾ ഇവിടെ തേങ്ങ തന്നെയാട്ടോ. മീൻ കറി ആണെങ്കിലും എന്ത് കറി ഉണ്ടാക്കുമ്പോഴും തേങ്ങേൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഏതായാലും തേങ്ങേൻ്റെ ഉപയോഗം കുറച്ച് കുറക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം തേങ്ങ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഹെൽത്തിന് നല്ലതല്ല എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് ഹെൽത്തൊക്കെ ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ദൂരത്തിൽ നിറച്ചും പൂവുണ്ടായിട്ടുണ്ട്, കാണിച്ചു തരാം. ഒരാളിതാ വരുന്നുണ്ട്. അടുത്ത ആളിതാ ഇതിലില്ല, അടുത്ത ആളിതാ. വർത്താനം പറയാനെന്നെല്ലാം ഉണ്ട്, പക്ഷെ ടൈമില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല ഒച്ചത്തിൽ ഫ്രീ ആയിട്ട് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷേ രാവിലെ തന്നെ ആയതുകൊണ്ട് വോയിസ് ഇട്ട് വർത്താനം പറയുമ്പോൾ അത് എന്തോ പോലെ. സോ അതുകൊണ്ടാട്ടോ ഞാനൊന്ന് സീക്രട്ടായിട്ട് പറയുന്ന പോലെ പറയുന്നത്. കാരണം അമ്മയുണ്ട്. അപ്പോൾ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആർക്കും അങ്ങനെ വലിയ എതിർപ്പൊന്നുമില്ല. ആരും എണീറ്റിട്ടില്ല, അപ്പം നമുക്ക് വിളിക്കാം. ഹലോ മുത്തുമണികളെ, ചുക്കുടുമണികളെ, അമ്മയുടെ തങ്കക്കുടങ്ങൾ എണീക്കുന്നില്ല. 2 കള്ളന്മാരുണ്ട്. നല്ല ഉറക്കാന്നേ, നല്ല ഉറക്കാന്നേ. അവൻ്റെ കുഞ്ഞു കേശു കണ്ണ് തുറക്കടാ. അതാ അമ്മ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ, ഗുഡ് മോർണിംഗ്. നല്ല ഉറക്കം രണ്ടാളും. ഇന്ന് പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇനി എപ്പോൾ എണീക്കോ എന്തോ. ഞാൻ പിന്നെ വിളിച്ചിട്ടുമില്ല, സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചിട്ടുമില്ല. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് വാർത്തെടുക്കാം. ഈ വാർക്കുന്നത് എനിക്കൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും അങ്ങനെ അധികം ഹാൻഡിൽ ചെയ്യില്ല. പക്ഷേ ഇപ്പം അമ്മക്ക് വയ്യാത്തതുകൊണ്ട് ഇപ്പം ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യാറ്. അങ്ങനെ പഠിച്ച് വരുന്നു. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ചോറ് വാർക്കാൻ അറിയില്ല എന്നല്ല, എന്നാലും എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാനിപ്പം പഠിച്ചു വന്നു. ഇനിയിപ്പം നമുക്ക് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം കൂടി വെക്കണം. അപ്പോൾ ഞാൻ അതും അടുപ്പ് തന്നെ വെക്കാം. അടുപ്പ് നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മുറ്റത്തിറങ്ങി എൻ്റെ ചെടികളെല്ലാം ഒന്ന് നോക്കൂട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആളില്ല, എൻ്റെ മോനാണ് ഈ വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ ഇതാ ഒരാൾ ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട്. അച്ഛനെ ചാഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ട് ആദ്യം. അപ്പോൾ ഇതാ അടുത്ത ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ വീഡിയോ എടുത്ത് തരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫോൺ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടില്ല. സോ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ഞാൻ ഇവന് എപ്പോഴും വഴക്കാന്നേ, കാശി ഞാനും. അപ്പോൾ ഇതാ ഇന്ന് എൻ്റെ പുതിയ അതിഥി കണ്ടാ, നല്ല അടിപൊളി. ഇത് പുതിയ ആളല്ല, ഇയാൾ വിരിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ഞാനിത് എടുക്കണം എന്ന് വിചാരിച്ച് മറന്നു പോയിട്ടാട്ടോ. എന്തൊരു ഭംഗിയാണ് കാണാൻ, അടിപൊളി പൂവാണ് ഇത്. നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല. പക്ഷെ നിറച്ചും കൊലകൊലയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് എന്നാണ് പിന്നെ ഞാൻ ഓരോ പിക്ചേഴ്സിലെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാലറ്റ് ഷെയ്ഡ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ഇനിയും കുറച്ച് കളക്ഷൻസ് എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇത് നല്ല അടിപൊളി. പക്ഷെ ഇതിൻ്റെ തൈയല്ല കേട്ടോ നടുവ. കേശു തീർന്നതിന് കേശുവിന്റെ വീട്ടിൽ പോവുക. അതെടിയാ കേശു
നീ വേഗം പൊട്ടിച്ചു തിന്നാ. അപ്പോൾ ഏട്ടൻ വന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കേട്ടോ. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇനിയിപ്പം നേരെ റേഷൻ കടയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു റൗണ്ട് ഒന്ന് ചെറിയ ആളെയും കൂട്ടിയിട്ട് ഒരു റൗണ്ട് ഓടിക്കണം. അതിന് വേണ്ടിയിട്ട് അതാ ബാക്കിൽ ഒരാൾ പിന്നെ പറ്റിയിരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് വന്നിട്ട് അവനെ ഇവിടെ ഇറക്കിയിട്ട് വേണം റേഷൻ പിടിയിൽ പോയിട്ട് വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട്. ആളെ കയറി പറ്റിയത് ഇപ്പോൾ അതൊരു റൂട്ടീനായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാക്കിലിരുന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് വീട്ടിലാക്കിയിട്ട് മാത്രമേ പോകൂ. ഇല്ലെങ്കിൽ പിന്നെ പോവാൻ സമ്മതിക്കൂല. അപ്പോൾ ഇതാ കാശി നമ്മുടെ ബാഗെല്ലാം എടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് പോയി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛനും മോനും കൂടി പോയിട്ട് വാങ്ങിയിട്ട് ഇപ്പം വരും. അപ്പോൾ ഇതാ കുറച്ച് ലേറ്റായി പോയിന്. എൻ്റെ മക്കളും ഈ കിളികളും ഒരേ സ്വഭാവമാണ്. ഇന്ന് ഫുഡ് ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ലേറ്റായിപ്പോയി. ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ബഹളമാണ് ഈ കാണുന്നത്. പെട്ടേരേ തീറ്റ കൊടുക്കാൻ കുറച്ച് ലേറ്റായാൽ പിന്നെ ജീവിക്കാൻ പറ്റൂല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബാണ് കേട്ടോ. രാവിലെ തന്നെ ഇങ്ങനെ കറണ്ട് വന്നാ ഇങ്ങനെ പറമ്പത്തൂട്ടിയെല്ലാം നടന്ന് നമ്മളെ ചെടികളെല്ലാം നോക്കി. അപ്പോൾ ഇതാ ഇത് മൊത്തം ഞാനിപ്പം റിപ്പോർട്ട് ചെയ്ത ചെടികളാണ്. കുറേ ഉണ്ട് ചെടികൾ. ഇതാ ഈ തെങ്ങിൻ്റെ ചോട്ടിലുണ്ട്, ഇതാ ഈ മാവിനുണ്ട്, കുറേ ഉണ്ട് ചെടികൾ. കണ്ണിലെന്തോ പോയി. ഇന്നും കുറേ നടാനുണ്ട്. ഇനി കുറച്ച് ചെടി വാങ്ങാൻ പോകണം. ചെടി വാങ്ങാൻ പോകുന്നതിൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ചെടി കുറേ വാങ്ങണം എന്ന് പറയുന്നുണ്ട് അതിനകത്ത്. ഇതാട്ടോ വീടിൻ്റെ വ്യൂ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ പറമ്പത്താണ് ഉള്ളത്. പറമ്പ് മീൻസ് നമ്മുടെ വളപ്പിൽ. രാവിലെ ആയിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ ഒച്ചപ്പാടായിട്ട് സഹിക്കുന്നില്ല. നല്ല ഒച്ചപ്പാടാണേ. കുറേ ആൾക്കാരുണ്ട്. ഇന്ന് രാവിലെ ഫുഡ് ഇട്ട് കൊടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒച്ച. ബഹളമയം. അപ്പോൾ കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ മുറ്റത്തൂട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം ഇതാ ഞാനവിടെ വെക്കുന്നുണ്ട്. ഓക്കെ. ഫുഡില്ലാണ്ടിരിക്കുമ്പോഴേക്കുള്ള ഒച്ചപ്പാട് കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ കുരുത്തം കെട്ട മക്കളാ. വരുമ്പോ അപ്പം ഇതാ നമ്മുടെ സാധനം. പക്ഷിക്ക് കൊടുക്കുന്ന തീറ്റ തന്നെ കേട്ടാ. തിന്നാം. ഏതല്ല ചാച്ചനെയാ മോൻ പഠിച്ചേ പറ. നെഹ്റു എന്നല്ല, ലാൽ ബഹദൂർ ശാസ്ത്രി. പറഞ്ഞാട്ടെ മോൻ. ഏതല്ല ചാച്ചനെ അമ്മ പഠിപ്പിച്ചെന്നേ? ഗാന്ധിജി അച്ചാച്ചൻ, നെഹ്റു അച്ചാച്ചൻ, സുഭാഷ് ചന്ദ്രബോസ് അച്ചാച്ചൻ, ഡോക്ടർ അംബേദ്കർ അച്ചാച്ചൻ, ഭഗത് സിംഗ്, സരോജിനി, പിന്നെ സരോജിനി നായിഡു, ലാൽ ബഹദൂർ, പിന്നെ പഠിച്ചിട്ടുള്ളൂ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ബാലഗംഗാധര തിലക്, ദാദാഭായ് നവറോജി. ഇത്രയും ആള് പഠിച്ചിനല്ലേ. ഇങ്ങോട്ട് വാ, അമ്മ ഈടുന്ന് പറ. ഈ അച്ചാച്ചനെ പഠിച്ചത് ഈടുന്ന് പറ. അമ്മ ഇതിൻ്റെ അകത്ത് പിടിക്കുമല്ലോ. ബാ
ആ ചരൺ റായ്, ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആരാണ്? നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ ആളാണ് അംബേദ്കർ. ഇന്ത്യയില് പിന്നെ ഇത് അതെന്തൊരു തുമ്മലാപ്പ? ദാദാഭായ് നവറോജി. ഇന്ന് കുറച്ച് ഫ്രീ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. കാരണം ഇന്ന് സ്കൂളില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വെപ്രാളവും കാര്യങ്ങളൊന്നുമില്ല. സമാധാനത്തിലാക്കിയാൽ മതി. പിന്നെ രാവിലെ ഇന്ന് കുറച്ച് സമയമായിട്ട് ഹെൽപ്പ് ചെയ്തിന്. അപ്പോൾ പിന്നെ അതുകൊണ്ട് പണി കുറച്ച് വേഗം തീർന്നു. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഏട്ടനില്ല. ഏട്ടൻ ഇപ്പം നമ്മുടെ തറവാട്ടിലൊരു ചെറിയ പൂജയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് പോയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ ഇന്ന് ലീവായതുകൊണ്ട് പിന്നെ പറയാനൊന്നുമില്ല. രണ്ടാളെയും പുറകെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ വ്യൂസ് കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോസിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഞാനത് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാവർക്കും കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തടുത്ത വരുന്ന വീഡിയോസിലെല്ലാം പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. കുക്കിംഗ് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇത്. അപ്പോൾ ഇന്നൊരു ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം എന്താണെന്നറിയില്ല, ഇന്ന് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട്. ഡെയിലി റൂട്ടീനെല്ലാം മാറ്റിയതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ഹാപ്പിനെസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.